ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് IPL പോരാട്ടത്തിൽ രാജസ്ഥാൻ ബാറ്റിംഗിന്റെ 17-ാം ഓവറിന്റെ 4-ാം പന്ത് 86 റൺസിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്ന രാജസ്ഥാൻ നായകൻ സഞ്ജു വി സാംസൺ ലോങ് ഓണിന് മുകളിലൂടെ പന്ത് സിക്സറിന് പറത്താൻ ശ്രമിക്കുന്നു. ബൗണ്ടറിക്കരികിൽ കാത്തുനിന്ന ഷായ് ഹോപ്പ് പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. പക്ഷേ ബാലൻസ് നഷ്ടമായി ബൗണ്ടറി ലൈനിൽ കാല് തട്ടുന്നു. ഔട്ടാണോ നോട്ട് ഔട്ടാണോ എന്ന് വിധിക്കാൻ കഴിയാതെ ആശങ്കയിലായ അമ്പയർമാർ തേർഡ് അമ്പയറിന് തീരുമാനം വിടുന്നു. ഒരൊറ്റ നോട്ടത്തിൽ ബൗണ്ടറി ലൈനിൽ കാല് തട്ടിയില്ല എന്ന് ഉറപ്പിച്ച് തേർഡ് അമ്പയർ ഔട്ട് വിധിക്കുന്നു. പിന്നീടാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. ഔട്ട് വിധിച്ചതിൽ നീരസം പ്രകടിപ്പിച്ച് സഞ്ജു മലയാളി കൂടിയായ ഫീൽഡ് അമ്പയർ അനന്ത് പത്മനാഭനോട് സംസാരിക്കുന്നു. പക്ഷേ ഔട്ട് തന്നെയാണ് എന്ന തീരുമാനത്തിൽ അമ്പയർമാർ മാറ്റമൊന്നും എടുക്കുന്നില്ല. സഞ്ജു തിരിച്ചു കയറുമ്പോൾ സഞ്ജുവിന്റെ പുറത്താകലിനൊപ്പം രാജസ്ഥാൻ വിജയം കൂടിയാണ് നഷ്ടമായത്. സഞ്ജു എന്ന ക്യാപ്റ്റന്റെ മാസ്മരിക വെടിക്കെട്ട് ഇന്നിംഗ്സിനൊപ്പം വിജയത്തിന്റെ ആഘോഷം രാജസ്ഥാൻ ആരാധകർക്ക് നേടാൻ കഴിയാത്തതിൽ പിന്നീട് ആരാധക പ്രതിഷേധത്തിന്റെ ആളിക്കത്തലായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സഞ്ജു അനുകൂലമായ പോസ്റ്റുകളും കമന്റുകളും നിറഞ്ഞു. BCCയെ മെൻഷൻ ചെയ്തും കമന്റുകൾ ഉണ്ടായി. മാത്രമല്ല ക്യാച്ചെടുത്ത ഷായ് ഹോപ്പിന്റെ ഇൻസ്റ്റാ പോസ്റ്റുകൾക്ക് താഴെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുക എന്ന് പറഞ്ഞ് കമന്റുകൾ ആരാധകർ ഇട്ടു. രാജസ്ഥാൻ റോയൽസ് ആരാധകരും മലയാളികളും മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളും ശക്തമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ആരാധകരെ കൂടുതൽ ചൊടിപ്പിച്ചത് ക്യാച്ച് പരിശോധിക്കാൻ തേർഡ് അമ്പയർ കൂടുതൽ ക്യാമറ ആംഗിളുകൾ പരിശോധിക്കുകയോ സമയമെടുത്ത് പരിശോധിക്കുകയോ ചെയ്തില്ല എന്നതാണ്. വൈഡിന്റെ റിവ്യൂ പരിശോധിക്കുന്നതിന് പോലും എടുക്കുന്ന സമയത്തിന്റെ പകുതി സമയം പോലും ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു പുറത്താകലിന് തീരുമാനമെടുക്കാൻ ഉപയോഗിച്ചില്ല എന്നതാണ് കമന്റുകൾ കൂടുതൽ നിറയാൻ കാരണം. ഈ മത്സരത്തിലെ തോൽവി രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലൊന്നും ഏൽപ്പിച്ചില്ല എങ്കിലും ഡൽഹിക്ക് 12 കളികളിൽ നിന്ന് 12 പോയിന്റോടെ പ്ലേ ഓഫിലേക്ക് ഒന്നുകൂടി അടുക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ചെയ്തത്. ആരാധക പ്രതിഷേധത്തിനും രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്കും പിന്നാലെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു വി സാംസണ് BCCയുടെ വകയായി മാച്ച് ഫീയുടെ 30% പിഴയും വിധിക്കപ്പെട്ടു. അമ്പയറോട് തർക്കിച്ചതാണ് കാരണം. എന്തായാലും സഞ്ജു മത്സരശേഷം IPL ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പിഴവുകൾ സ്വാഭാവികമാണെന്നാണ് പറഞ്ഞത്. മത്സരം തങ്ങളുടെ കയ്യിലായിരുന്നു, അവിടെ നിന്നാണ് നഷ്ടമായതെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. രാജസ്ഥാന്റെ പരിശീലകൻ കുമാർ സംഗക്കാരിയും ഇത് സ്വാഭാവികമായും ക്രിക്കറ്റിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം അഭിനന്ദനാർഹമാണ്. ബൗളർമാർക്ക് യാതൊരുവിധ അവസരവും നൽകാതെ ബാറ്റ് വീശിയ സഞ്ജു ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് നൽകുന്ന പ്രതീക്ഷകൾ വലുതു തന്നെയാണ്. ഈ IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ സഞ്ജു ട്രാവിസ് ഹെഡിനെ റണ്ണൌട്ടാക്കിയെങ്കിലും തേർഡ് അമ്പയർ ഔട്ട് നൽകിയില്ല. വിവാദമായ ഇന്നലത്തെ പുറത്താകലിനൊപ്പം ഈ റണ്ണൌട്ടും ചേർത്താണ് ആരാധകർ പ്രതിഷേധമുയർത്തുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 2024 IPL പ്ലേ ഓഫിലേക്കുള്ള സ്ഥാനത്തിനായി പോരാട്ടം കനക്കുകയാണ്. കൊൽക്കത്തയും രാജസ്ഥാനും പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. 12 പോയിന്റ് വീതമുള്ള ചെന്നൈയും ഡൽഹിയും ലക്നൌവും പോരാട്ടം കട്ടിപ്പിക്കുകയാണ്. ആര് വീഴും ആര് വാഴുമെന്ന് കണ്ടറിയാം.